വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയുടെ സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കണം ക്രിസ്മസ് ആണ് ഗൈസ്. ക്രിസ്മസ്. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ്. സോ ഈ ക്രിസ്മസിന് നമ്മൾ കുറച്ച് ക്രിസ്മസ് ഹോളാണ് ഗൈസ് നോക്കാൻ വേണ്ടിയിട്ട് പോകണത്. അപ്പോൾ നമുക്ക് മീഷോയിൽ നിന്ന് എടുത്തിട്ടുള്ള ക്രിസ്മസിനൊക്കെ ഇടാനായിട്ട്, ക്രിസ്മസിന് മാത്രമല്ല നിങ്ങൾക്ക് അല്ലാതെയൊക്കെ ഇടാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ള വേണമെങ്കിൽ ഒരു പോർഷൻ നമുക്ക് ക്രിസ്മസ് ഡ്രസ് ഹോളാണ് ഗൈസ്. നമുക്ക് പോകാം വീഡിയോയിലേക്ക്. ഗൈസ് ഇപ്പം എൻ്റെ മുഖങ്ങൾ കാണാൻ മനസ്സിലാവും. എൻ്റെ മുഖത്ത് ഡാർക്ക് സ്പോട്ട്സ് ഉണ്ട്. എനിക്ക് കുരു വന്ന് പോയിട്ട് ആക്നെ അല്ല, ഇൻഫ്ലമേറ്ററി ആക്നെ വന്ന് പോയിട്ട് ഡാർക്ക് സ്പോട്ട്സ് ഉണ്ട്. അത് മാറാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സ്കിൻ കെയർ റുട്ടീനാണ് കാണിച്ചു തരാൻ വേണ്ടി വേണം. ബിഗിനേഴ്സ് ഫ്രണ്ട്ലി ആണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഫേസ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെർമാക്കോ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ 1% കോജിക് ആസിഡ് ഫേസ് വാഷാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നമ്മുടെ ഡാർക്ക് സ്പോട്ട്സ്, പിഗ്മെൻറ്റേഷൻ മാറ്റാനും ബ്ലെമിഷ് മാറ്റാനൊക്കെ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. സോ ഇത് അടിപൊളിയായിട്ടുള്ള ഫേസ് വാഷാണ്. പിന്നെ ഒട്ടും തന്നെ നമ്മുടെ ഫേസ് വാഷ് ചെയ്തതിന് ശേഷം സ്കിന്ന് ഡ്രൈ ആക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഫേസ് വാഷാണ്. അപ്പോൾ അത് വെച്ചിട്ടാണ് മുഖം കഴുകി കൊടുക്കുന്നത്. ഭയങ്കര ബിഗിനേഴ്സ് ഫ്രണ്ട്ലി ആണ് കേട്ടോ. കാരണം ഇതിൻ്റെ വന്നിട്ടുള്ള കോജിക് ആസിഡിൻ്റെ ആക്റ്റീവ്സിൻ്റെ അളവ് വളരെ കുറവാണ്. അതിനുശേഷം ലിപ് ബാമാണ്. ഇത് നമ്മുടെ ഡാർക്ക് ആയിട്ടുള്ള ലിപ്സ്, പിഗ്മെൻറ്റഡ് ലിപ്സ് മാറ്റാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇതിനകത്ത് SPF 30 ഉണ്ട്. സോ സൺ പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫൈൻ ലൈൻസ്, റിങ്കിൾസ് ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇൻറ്റൻസ്ലി ഹൈഡ്രേറ്റ് ചെയ്യും. തേർഡ് വന്നിട്ട് കോജിക് ആസിഡ് സീറാണ്. ആൻഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് എത്ര പെർസെൻറ്റേജ് 2% കോജിക് ആസിഡ് സീറാണ്. ഇതിനകത്ത് മെയിനായിട്ട് കോജിക് ആസിഡ് വരുന്നതുകൊണ്ട് തന്നെ നമ്മുടെ പിഗ്മെൻറ്റേഷനും ഡാർക്ക് സ്പോട്ട്സും മാറ്റും. ആൽഫ ആർബ്യൂട്ടും വരുന്നതുകൊണ്ട് തന്നെ മെലാനിൻ പ്രൊഡക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. സോ നമ്മുടെ ഡിസ്കളറേഷൻ, അൺഈവൻ സ്കിൻ ടോണൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ്. അപ്പോൾ ഇത് സ്റ്റാർട്ടേഴ്സിന് വേണ്ടിയിട്ട്, ബിഗിനേഴ്സിന് വരെ അടിപൊളിയാണ്. പിന്നെ നിങ്ങൾക്ക് ഹോൾ ഫേസ് അപ്ലൈ ചെയ്യാൻ താല്പര്യമില്ലെന്നെങ്കിൽ കറുത്ത പാട് എവിടെയാണോ ഉള്ളത് അവിടെ ഡെയിലി 2 or 3 ടൈംസ് ജസ്റ്റ് അതെടുത്തിട്ട് ഡാബ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫാസ്റ്റർ റിസൾട്ട് കിട്ടും. സോ ഇത് അടിപൊളിയുണ്ടോ. സ്കിൻ ഒരു ഗ്ലോയിങ് തരും. സ്കിന്നിന് നിങ്ങൾക്ക് ഡേയും നൈറ്റ് യൂസ് ചെയ്യാൻ ഞാൻ പ്രിഫർ ചെയ്യുന്നത് നൈറ്റ് ആയിരിക്കും കുറച്ചുകൂടെ യൂസ് ചെയ്യാൻ വേണ്ടി നല്ലത്. നെക്സ്റ്റ് ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യണമെങ്കിൽ മസ്റ്റ് ആയിട്ടും ഇത് കണക്ക് ഒരു 1% ഹൈലോണിക് ആസിഡ് സൺസ്ക്രീൻ നിങ്ങൾ യൂസ് ചെയ്യണം. അതിൻ്റെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് SPF 50 വരുന്നുണ്ട്. PA++++ ഉള്ള സൺസ്ക്രീനാണ്. സൺ ഡാമേജ് കുറയ്ക്കും. സൂപ്പർ ലൈറ്റ് വെയിറ്റ് ആൻഡ് ഹൈഡ്രേറ്റിംഗ് ആണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണെന്നുള്ളത്. പിന്നെ ഡെർമാക്കോയുടെ എല്ലാ പ്രോഡക്ട്സും ഫ്രാഗ്രൻസ് ഫ്രീ ആണ് ഗൈസ്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഓരോ തവണ ഡെർമാക്കോ എന്ന് പ്രോഡക്ട്സ് നമ്മൾ 20,000-ലധികം സ്റ്റുഡൻസിനെ പഠിപ്പിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് എഡ്യൂക്കേറ്റ് എലോങ് വിത്ത് ഭൂമി. പിന്നെ ഗ്ലാമി 2024 എന്നുള്ള കോഡ് ടൈപ്പ് എടുത്ത് 20% ഓഫ് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. നൈക്ക, ആമസോൺ, ഫ്ലിപ്കാർട്ട്, പർപ്പിൾ ഇത് അവൈലബിൾ ആണ്. ചെക്ക് ചെയ്ത് നോക്കുക. ഡ്രസ് എന്ന് പറയുന്നത് ഈ ഒരു വൈറ്റ് കളറിൽ ചെറി പ്രിന്റ് വരുന്ന ഒരു ഡ്രസ്സാണ്. നീ ലെങ്ത് ആണ് ഡ്രസ്സിന്റെ ലെങ്ത് വരുന്നത്. ആൻഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞു സ്ലീവ്സും ഷോർട്ട് സ്ലീവ്സും, സ്ലീവ്സിൻ്റെ എൻഡിൽ ഇതേപോലെ ഇലാസ്റ്റിക്കും വരുന്നുണ്ട്. സ്ക്വയർ നെക്കാണ് വരുന്നത്. ബാക്കിലും ഫ്രണ്ടിലും ഇലാസ്റ്റിക് ആണ്. കണ്ട ഇവിടെ ഫ്രണ്ടിലും ബാക്കിലും ഇലാസ്റ്റിക് ആണ്. സോ ഫ്രണ്ടും ബാക്കും മറിച്ചും തിരിച്ചു വിട്ടാലും ഗൈസ് അറിയത്തില്ല. ബാക്കിൽ സ്റ്റിക്കർ ഒന്നുമില്ല. സോ ഇത്രയാണ്. അടിയിൽ ലൈനിങ്ങോ ഒന്നുമില്ല. നോർമൽ ആയിട്ടുണ്ട്. അതിൻ്റെ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 220 ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത്. സോ നിങ്ങൾക്കിപ്പം ക്യാഷ്വൽ ആയിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ കുറച്ചോളം അത്യാവശ്യം യൂസ് ചെയ്യാം. പിന്നെ മെറ്റീരിയൽ വന്നിട്ട് പോളിസ്റ്റർ ആണ്. അപ്പം ഇപ്പം എന്ത് ചെയ്യുക, അണ്ടർ ആം റോൾ ഓൺ യൂസ് ചെയ്യുക. ഇല്ലെങ്കിൽ വിയർക്കുമ്പോഴത്തേക്ക് ഒരു സുഗന്ധി വരും ഗൈസ്. സോ ഇതാണ് നമ്മുടെ ഡ്രസ്സ്. അപ്പം ഇപ്പം ഇതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷെ വിയർക്കുമ്പം തേക്കുമ്പോഴൊക്കെ ഇതിൽ നിന്നൊരു സുഗന്ധം വരും, ഒരു സ്മെല്ല് വരും. എനിക്കിഷ്ടമല്ല ആ സ്മെല്ല്. അപ്പം എത്ര ഇഷ്ടമാണെന്ന് അറിഞ്ഞുകൂടാ. എനിക്ക് ആ സ്മെല്ല് ഇഷ്ടമല്ല. അപ്പം അതുകൊണ്ട് അണ്ടർ ആം റോൾ ഓൺ യൂസ് ചെയ്തിട്ട് ഇടുന്നതായിരിക്കും എന്തുകൊണ്ടും ബെറ്റർ ആയിട്ടുള്ളത്. അപ്പം ഇതാണ് സംഭവം. ഇത് ഭയങ്കര സിമ്പിളാണ്. ഫുൾ ചെറി പ്രിന്റ് വരുന്ന ജസ്റ്റ് ഒരു ഫിറ്റ് ആൻഡ് ഫ്ലയർ ഡ്രസ്. അത് കഴിഞ്ഞിട്ട് ക്രിസ്മസിന് എന്തായാലും നമുക്ക് എന്ത് വേണം, ചുമപ്പ് വേണം. സോ അതുകൊണ്ട് തന്നെ ഒരു റെഡ് പോൾക്ക പ്രിന്റ് വരുന്ന ഭയങ്കര മുതുക്ക് പോൽക്കിന്, കുഞ്ഞൊന്നുമല്ല, മുതുക്ക് പോൾക്ക പ്രിന്റ് വരുന്ന ഒരു ഡ്രസ്സാണ്. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഒരു പിങ്ക് ആണ് ഞാൻ കുറേ നാളുകൾ, 1 വർഷമായി കാണുന്നു, ആ സമയത്ത് കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ റെഡാണ്. ഇപ്പം ഇതിൽ ബ്ലാക്ക്, ഓറഞ്ച്, ഗ്രീന്, ഓറഞ്ച് മീനെന്ന് ഈശ്വര, ഓറഞ്ച് എന്ന് പറയാം, ഓറഞ്ച് അല്ല, ഒരു ഉള്ളി തൊലിച്ച കളറില്ലേ, ഉള്ളി കളർ, ആ ഒരു കളർ, ഓണിയൻ പിങ്ക്. യെസ്,
ഒണിയൻ പിങ്ക് കളർ അവൈലബിൾ ആണ്. ഇതാണ് ഡ്രസ്സ് വരുന്നത്. പോളിസ്റ്റർ ആണ് മെറ്റീരിയൽ എന്ന്, ഫിറ്റ് ആൻഡ് ഫ്ലെയർ ആണ് വരുന്നത്. ഇതിന്റെ റേറ്റ് വന്നിട്ട് 248 രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത്. സ്ക്വയർ നെക്കാണ് വരുന്നത്. ഫുൾ സ്ലീവ്സ് വരുന്നുണ്ട്. സ്ലീവ്സിൽ എൻഡിൽ ഇതേപോലെ ഇലാസ്റ്റിക് വരുന്നുണ്ട്. ഫ്രണ്ടിലും ബാക്കിലും ഇലാസ്റ്റിക് ആണ് വരുന്നത്. ഓക്കെ, ആൻഡ് ബാക്കിൽ ഒരു നോട്ട് വരുന്നുണ്ട് കേട്ടോ, നിങ്ങൾക്ക് പിടിച്ച് ഇറുക്കിയൊക്കെ കെട്ടി വയ്ക്കാൻ വേണ്ടിയിട്ട്. ഇത് ഞാൻ സത്യം പറയട്ടാ, എനിക്ക് ഇത്രയും ഡ്രസ്സ് വാങ്ങിച്ചാൽ ഏറ്റവും കംഫർട്ടബിൾ ഇതായിരുന്നു. വേറെ ഒന്നുമല്ല, ഇതെന്തൊരു ഭയങ്കര കംഫർട്ട്. ഇതിൻ്റെ അടിയിൽ ലൈനിങ് ഒന്നുമില്ല, ഭയങ്കര ചൂടോ അങ്ങനെ ഒന്നുമില്ല, ലൈനിങ് ഒന്നുമില്ല, പക്ഷെ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു ഗൈസ് ഈ ഡ്രസ്സ്. അതുകൊണ്ട് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. പിന്നെ ക്രിസ്മസിന് ഡ്രസ്സ് ഇത് തന്നെ ഇടണമെന്നില്ലല്ലോ, അങ്ങനെ ചുവപ്പ് തന്നെ ഇടുന്നില്ല. വേറെ കളേഴ്സ് ബ്ലാക്ക് ഞാൻ പറഞ്ഞല്ലോ, ഉള്ളി പിങ്ക് കളർ, ഓണിയൻ പിങ്ക് കളറും ഗ്രീനും, ലൈക്ക് മീൻ ഒരു തത്തപ്പച്ചയിൽ ഇത് കിളിപ്പച്ച കളർ, കിളിപ്പെണ്ണെ, ആ കളറും ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുത്തോ. സോ ഗൈസ്, ഇതാണ് ഡ്രസ്സ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നാണ് വിശ്വാസം. കാരണം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം നൈസ് ഡ്രസ്സ്, നൈസ് എന്ന് വെച്ചാൽ നൈസ്. സോ ചെക്ക് ഔട്ട് ചെയ്യുന്ന നോക്കുക. പിന്നെ ഇതിന്റെ കളറോ അങ്ങനെ ഒന്നും പോകില്ല, കാരണം പോളിസ്റ്റർ ആണ് പറ്റുള്ളത്. ഞാൻ ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ, ഇതിന്റെ ഒരു പിങ്ക് എൻ്റെ ഉണ്ട്. അത് ഞാൻ വാങ്ങിച്ച് യൂസ് ചെയ്ത് നോക്കിയതാണ്. അത് വാങ്ങിച്ച് യൂസ് ചെയ്തു ഇട്ടൊക്കെ നോക്കി, അതിന്റെ കളറോ ഒന്നും പോയിട്ടില്ല. സോ അങ്ങനെ കളർ ഒന്നും പോകില്ല, കാരണം ഇത് പോളിസ്റ്റർ മെറ്റീരിയൽ ആണ്, കളറൊന്നും പോകില്ല. പിന്നെ കുറേ നാളിടുമ്പോഴത്തേക്കും മേ ബി ഒന്ന് നൂല് വല്ലതും പോകുമായിരിക്കും, മേ ബി ഉള്ളൂ. കാരണം ഇതിങ്ങനെ പോകാൻ കുറേ നാൾ നിൽക്കും, കുറേ നാൾ. പിന്നെ നമ്മൾ മറ്റേ എന്തോന്ന് വാഷിംഗ് മെഷീനിലോ അങ്ങനെ കഴുകാതെ ചെറുതായിട്ട് ഷാമ്പൂ വാഷോ അല്ലെങ്കിൽ ജസ്റ്റ് ഞെക്കിപ്പിഴിഞ്ഞൊക്കെ എടുത്ത് വെച്ചിട്ട് ഒരുപാട് വെയിലത്തൊക്കെ ഇങ്ങനെ തുണി നിൽക്കുന്ന രീതിക്കൊന്നും ഉണക്കാതെ സിമ്പിളായിട്ടൊക്കെ ഉണക്കണമെന്നുണ്ടെങ്കിൽ സാധനം കുറേ നാൾ ലാസ്റ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഈ കൂട്ടത്തിലെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഡ്രസ്സാണ് ഈ ഒരു ഡ്രസ്സ്. ആൻഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു റയോൺ മെറ്റീരിയൽ വരുന്ന ഒരു പിങ്ക് ചെക്ക് കളർ ഡ്രസ്സാണ്. ആൻഡ് നമ്മുടെ കണ്ട ഈ യോക്കിൻ്റെ അവിടെ ഫുള്ള് എംബ്രോയ്ഡറി വർക്കാണ് വരുന്നത്. ആൻഡ് ബാക്കിലും ആക്ച്വലി ഇത് എംബ്രോയ്ഡറി അല്ല, ഇതൊരു ലേസ് പാറ്റേൺ ആണ് കേട്ടോ പോയേക്കണം, ലേസ് ആണ്. ബാക്കിലും അതേപോലെയാണ്. ആൻഡ് ഇതാണ് ബാക്കിൽ നെക്ക് ക്ലോഷർ വന്നിട്ടുള്ളത്. ആൻഡ് ഫ്രണ്ട് ഇതേണക്കാണ് ഹൈനെക്ക്, ബോട്ട് നെക്ക് ഹൈനെക്കാണ് വന്നിട്ടുള്ളത്. അതായത് നീ ലെങ്തിന് കുറച്ച് എബോ ആയിട്ടാണ് കിടക്കുന്നത്. സോ ഇപ്പം നീ ലെങ്തിന് കുറച്ച് മുകളിലൊക്കെ ഇടുന്നത് എല്ലാവരും ഇടുന്ന കോമൺ ആണ്. മുമ്പൊക്കെയാണ് അങ്ങനെ ആരും ഇടാത്ത, ഇപ്പം എല്ലാവരും ഇടുന്ന കോമൺ ആയിട്ടുള്ള ഡ്രസ്സാണ്. അപ്പം നിങ്ങളതിൽ നാണക്കേടൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. പിന്നെ നിങ്ങൾ പോകുന്നത് എങ്ങോട്ടാണെന്നൊക്കെ നിങ്ങൾ നോക്കിയാൽ മതി. എനിക്കൊരിക്കലും KSRTC ബസ്സിലൊന്നും ഇതിട്ടുകൊണ്ട് പോകാനുള്ള ധൈര്യമില്ല ഗൈസ്. അപ്പം ഞാൻ ഇങ്ങനെ ചില ഡ്രസ്സുകൾ ഞാൻ ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. കാറൊക്കെ പഠിച്ചിട്ട് ഒരു കാറൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലിട്ടുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട്. കാരണം ബസ്സിൽ പോകുമ്പോൾ നോ എനിക്ക് സ്റ്റെപ്പിലൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ നോക്കും, അങ്ങനത്തെ ആൾക്കാരാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് ഇത് ബസ്സിൽ പോകുമ്പം ഇടാതിരിക്കുക. ഓക്കെ, കോൺഫിഡൻസ് ഉള്ള കുഴപ്പമില്ല. പക്ഷേ എനിക്ക് ആ സംഭവമില്ല ഗൈസ്. എനിക്ക് ആ ഒരു ഇങ്ങനെ ആൾക്കാരെന്നെ ഇങ്ങനെ നോക്കുമ്പോണ്ടല്ലോ, ഞാൻ പറയും, വല്ലതൊക്കെ വിളിച്ചു പറയും ഞാൻ, അതാണ് പ്രശ്നം. ഓക്കെ, അപ്പോൾ എന്തിനാണ് ചുമ്മാ നമ്മൾ പറഞ്ഞിട്ട് മനസ്സിലാവാത്ത കുറച്ച് ആൾക്കാരുടെ നമ്മളുള്ള എനർജി കളഞ്ഞ് നെഗറ്റീവായാണ്ടേ. അതുകൊണ്ട് നമ്മൾ മിണ്ടാതിരിക്കുക. ഓക്കെ, പ്രതികരിക്കേണ്ട സ്ഥലത്ത് പ്രതികരിക്കുക, ഇല്ലാത്തടത്ത് സൈലൻസ് ആണ് ഏറ്റവും നല്ല ബെസ്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ എല്ലായിടത്തും അല്ല കേട്ടോ, എങ്കിൽ നമ്മൾ വെറും മരമുണ്ണയായിപ്പോവും. അപ്പോൾ ഇതാണ്, ഇത് ഫുൾ സ്ലീവ് ആണ് വരുന്നത്. ഇവിടെ ഒന്നുമില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് ഒന്നുമില്ല, ലൈക്ക് ഒരു പരിപാടിയില്ല, ലേസ് ആണ് ഇട്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ചെക്കാണ് അതിൻ്റെ ഭംഗി. ചെക്കിൽ ഈ ഒരു പാറ്റേൺ വരുന്നത്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട്, കാരണം ഇത്തിരി ഒരു കുറച്ച് വെറൈറ്റി സ്റ്റൈലായതുകൊണ്ട് തന്നെ 300 രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത്. 300 രൂപ ഇതിൻ്റെ റേറ്റ് വരുന്നുണ്ട്. സോ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കാം, അടിപൊളിയായിട്ടുള്ള ഡ്രസ്സാണ്. പിന്നെ കണ്ട ഈ ലേസാണ് ഇതിൻ്റെ ഏറ്റവും ഭംഗി. ഈ ഒരു ലേസ് പാറ്റേൺ പോയേക്കണത് റയോൺ ആണ് വെച്ചാൽ, പക്ഷെ എനിക്ക് തോന്നുന്നു കുറച്ച് കോട്ടനൂടെ ബ്ലെൻഡ് വന്നുണ്ട്. അതുകൊണ്ട് ഇത് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആണ്. ആ ചൂടോ അങ്ങനെ ഒന്നുമില്ല, കുറച്ചുകൂടെ ഇത് കംഫർട്ടബിൾ ആണ്. അപ്പോൾ ഇത് നല്ല രസമുണ്ട് ഇത് കാണാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ഈ ഒരൊറ്റ കളറേ ഉള്ളൂ, വേറെ ഒരു കളറും ഇതിലില്ല. സോ ചെയ്ത് നോക്കുക, കാരണം ബിക്കോസ് ഇത് നൈസാണ് കേട്ടോ. ബാക്കിൽ ബട്ടൺ ആണ് വരുന്ന, ഹുക്കിൻ്റെ അവിടെ ഇവിടെ ഇങ്ങനെ ഹുക്ക് എടുത്തിട്ട് ബട്ടൺ ആണ് വരുന്നത്. നൈസ് എന്ന് വെച്ചാൽ നൈസ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടാണ്. ഏറ്റവും എന്ന് വെച്ചാൽ ഓർഡർ ചെയ്തപ്പോഴത്തേക്ക് ഇപ്പം മീഷോയിൽ എല്ലാം കറക്റ്റ് സൈസാണ് വരുന്നത്. നമ്മൾ ഓർഡർ ചെയ്യുന്നത് പക്ക കറക്റ്റ് സൈസാണ് വരുന്നത്. സോ നൈസ്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഇതാ കണ്ടോ, അയ്യോ അത് കണ്ടോ, മെറൂൺ കളർ ഈ ഒരു ഡ്രസ്സാണ്. ഇതും എബോ നീ ലെങ്ത് ആണ്. നമ്മൾ മുട്ടിനേക്കാളും കുറച്ചുകൂടെ ലെങ്ത് ഉണ്ട്. ഫുൾ സ്ലീവ്സ് ആണ്. എനിക്കിതിലൊരു ഇഷ്ടപ്പെടാത്ത കാര്യം,
ഈ സ്ലീവ്സിൻ്റെ ഇവിടെ പകുതി കൊണ്ടൊന്ന് ഇലാസ്റ്റിക് വെച്ചേക്കണം. ഇതാണ് എനിക്ക് ഇഷ്ടപ്പെടാതെ. ഈ ഇലാസ്റ്റിക് ഇല്ലെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരുന്നു. ഇലാസ്റ്റിക് എനിക്കതുപോലെ ചിലർക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടില്ല. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഗൈസ്. എനിക്ക് ഈ നീയുടെ ഇവിടെ മുട്ടിൻ്റെ അവിടെ കൊണ്ടുപോകുന്ന ഒരു ഇലാസ്റ്റിക് എനിക്കത് ഇഷ്ടപ്പെട്ടേ ഇല്ല പാറ്റേൺ. പക്ഷെ ഇത് കൊള്ളാം സംഭവം. അങ്ങനെ ഇഷ്ടമുള്ളവരുണ്ടാവും. എൻ്റെ ഇതാണ് പറഞ്ഞാൽ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. ആൻഡ് ഇതാ ഇങ്ങനെ റൗണ്ട് നെക്കാണ് വരുന്നത്. പ്രത്യേകിച്ച് ഒന്നുമില്ല വേറെ, എന്താ പറയുക, വർക്കോ പാറ്റേണോ അങ്ങനെ ഒന്നുമില്ല. നോർമലായിട്ട് നമ്മൾ കാണുന്ന തന്നെയാണ്. ഇതൊക്കെ കണ്ട, ഇതാണ് സ്ലീവ്സ് വരുന്നത്, ഫുൾ സ്ലീവ്സ്. ഇത് വെയ്സ്റ്റിൻ്റെ ഇവിടെ വന്നിട്ട് ഫുൾ ഇലാസ്റ്റിക് ആണ് വരുന്നത്. അത്രേ ഉള്ളൂ. നീയേക്കാലം കുറച്ചുകൂടെ മുകളിൽ കിടക്കും, കുറച്ച് ഫ്ലയർഡ് ആയിട്ട് കിടക്കുന്നത്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 290 ഇതിൻ്റെ റേറ്റ്. സോ ഇതും കൊള്ളാം. ഞാൻ പറഞ്ഞില്ലേ എനിക്കിതിൻ്റെ സ്ലീവ്സ് ആണ് എനിക്കിഷ്ടപ്പെടാത്ത. കാരണം ഈ ഇവിടെ വന്നിട്ട് ഒരു ഇലാസ്റ്റിക്, അപ്പം എനിക്കത് ഓക്കെ ആയില്ല. ഇവിടെ വന്നിട്ട് ഒരു ഇലാസ്റ്റിക്. പക്ഷേ ഇങ്ങനെ ഇലാസ്റ്റിക് അവിടെ വരാതെ ഫുൾ ഇങ്ങനെ വന്ന് കിടന്നിരുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് നൈസ്. ഇത് നൈസായിരുന്നു. ഇതിൻ്റെ അടിയിൽ ലൈനിങ് ഉണ്ട്. ആ ലൈനിങ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഗൈസ്. കാരണം ഇതിൻ്റെ അടിയിലത്തെ ലൈനിങ് ഒരു തൊടമ്പം പെറം പെരുക്കണ ഒരു തുണി ഉണ്ടല്ലോ, അതാണ്. എനിക്കിങ്ങനെ പല്ലൊക്കെ പുളുക്കി ഈ തുണി മെറ്റീരിയൽ കാണുമ്പോൾ അങ്ങനത്തെ മെറ്റീരിയലാണ്. അതായത് നഖമൊക്കെ കുരുങ്ങണ ഒരു മെറ്റീരിയൽ കണ്ട എനിക്ക് അങ്ങനെ. ഇപ്പം നിങ്ങൾ ചോദിച്ചു എന്താ ഓവർ ആക്ടിങ് ഒന്നുമില്ല. ഈ ചില സമയത്ത് ആൾക്കാർക്ക് ഈ ചരലിങ്ങനെ ചവിട്ടി ഇങ്ങനെ ആക്കണത്, ഇങ്ങനെ ചെരുപ്പ് നീക്കി നടക്കുന്നത് ചില ആൾക്കാർക്ക് ഇഷ്ടമല്ല. അതേ കണക്ക് എനിക്ക് ഈ മെറ്റീരിയൽ ഇഷ്ടമല്ല, ഈ ലൈനിങ്ങിൻ്റെ മെറ്റീരിയൽ. ബിക്കോസ് ഈ മെറ്റീരിയൽ എനിക്കിങ്ങനെ പല്ല് പൊളിക്കും, എൻ്റെ നഖമൊക്കെ എനിക്കൊരു മാതിരിയാവും, ഞാനൊരു വികാരപരിതയാവും, ഇങ്ങനെയാവും. എനിക്ക് റീത്തെ പോലെ, റീത്ത് അവസാനം ഇങ്ങനെ പോലെ അങ്ങനെയാവും. എൻ്റെ നെക്സ്റ്റ് ഈ ഒരു റെഡ് ഡ്രസ്സാണ്. ഇത് ഞാൻ മെയിനായിട്ട് ഇപ്പം നിങ്ങൾ ക്രിസ്മസിന് ഫോട്ടോ ഷൂട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു പരിപാടിയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ, അത് മാത്രമല്ല ന്യൂ ഇയറിനും നിങ്ങൾക്ക് ഇട്ടുകൊണ്ട് വരാനുള്ള ഇതിൻ്റെ ബ്ലാക്ക് ഒക്കെ അവൈലബിൾ ആണ്. സോ ഇതാണ് ഞാൻ എടുത്തിട്ടുള്ളത്, ഈ ഒരു ഡ്രസ്സ്. ഈ ഒരു വേറെ ഒന്നുമല്ല, ഭയങ്കര സ്ലീവ്, ഇതാണ് സ്ലീവ് വരുന്നത്, സ്ലീവ്ലെസ് ആയിട്ടുള്ള. പിന്നെ എനിക്കൊരു പ്രശ്നം വെച്ചാൽ ഇതിൻ്റെ എൻ്റെ ലൈക്ക് കൈക്കുഴിയിൽ എനിക്ക് കുറച്ച് വലുതാണ്. അപ്പോൾ ഞാൻ പിന്നെ കുറച്ച് ക്ലിപ്പ് ചെയ്തിട്ടാണ് വെച്ചാൽ കുഴപ്പമില്ല. എനിക്കൊന്ന് ജസ്റ്റ് അവിടെ ഒന്ന് അടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ സീനില്ല. പിന്നെ നീ ലെങ്തിനേക്കാളും കുറച്ച് എബോ ആണ്. ഇതാ കുറച്ച് തിക്കുണ്ടതിയായിട്ടുള്ള മെറ്റീരിയലാണ്. നൈസാണ് കേട്ടോ ഇത്. ഇപ്പം നിങ്ങൾക്ക് ഫോട്ടോഷൂട്ട് വരുമ്പോഴത്തേക്കൊക്കെ നിങ്ങൾക്ക് ഇട്ടുകൊണ്ട് പോകാം. അല്ലെങ്കിൽ ഇതിൻ്റെ ബ്ലാക്കും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വല്ല മറ്റേ ന്യൂ ഇയർ പരിപാടിക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇട്ടുകൊണ്ട് പോകാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അങ്ങനത്തെ ഡ്രസ്സാണ്. സോ എന്തായാലും ഇട്ട് നോക്കുക ഗൈസ്. ഇറ്റ്സ് നൈസ്. സ്ക്വയർ നെക്കാണ് വരുന്നത്, വേറെ ഒന്നുമില്ല. പിന്നെ ഇത് കളർ പോകത്തില്ല, കാരണം ഇതിൻ്റെ ഒരു ബ്ലാക്ക് എൻ്റെ ഉണ്ട്, ഓൾറെഡി ഉണ്ട്. അപ്പോൾ അതിൻ്റെ കളറൊന്നും പോകത്തില്ല, ലൈനിങ് ഒന്നുമില്ല. സോ ഇത് നൈസ്. എനിക്കറിയാം ഗൈസ്. ഇപ്പോൾ ഇതെല്ലാം കേട്ട് നിങ്ങൾ പറയും ഇതെല്ലാം തള്ളണത് എന്തൊരു തള്ളി മറിക്കുകയാണ്. കാരണം നമ്മൾ നോക്കിയെടുക്കുന്നില്ലേ. അപ്പോൾ എല്ലാം നല്ലതാണ്. വന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞല്ലോ അതിൽ ഒരെണ്ണം എനിക്ക് അതിൻ്റെ സ്ലീവ്സും അതിൻ്റെ ലൈനിങ്ങും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ അത് ഇപ്പം അത് സ്ലീവ് പ്രശ്നമില്ല, ലൈനിങ് അത് പ്രശ്നമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. സോ ഇതാണ് നമ്മുടെ ക്രിസ്മസ് ഡ്രസ് ഹോൾ. അണ്ടർ ₹300. ഇപ്പം ഞാൻ നോക്കിയപ്പോഴും മനസ്സിലാവും അണ്ടർ ₹300 ആണല്ലേ. 300 ഹോളാണ്. സോ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കാം. ലിങ്ക് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൽ കയറുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതെല്ലാത്തിൻ്റെ ലിങ്കുകൾ കിട്ടും. ഒരൊറ്റ ലിങ്ക് കയറിയാൽ മതി. സോ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക ഗൈസ്. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ കാണുന്നത്.